സുന്നത്ത് നമസ്കരിച്ചവരൊക്കെ അടുത്തടുത്തിരിക്കുന്നു ഇൻഷാ അല്ലാഹ്. നവൈത്തുൽ ഇഅ്തികാഫ് ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല. വെള്ളിയാഴ്ച രാവിലെ കുറഞ്ഞ സമയം അല്ലാഹുവിന്റെ മസ്ജിദിൽ ഇഅ്തികാഫ് ഇരിക്കുന്നു എന്ന് നിയത്ത് ചെയ്യുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعن سالم بن عبد الله بن عمر رضي الله عنهما كان عبد الله بن عمر رضي الله عنهما إذا أتى الرجل وهو يريد السفر قال له أذن حتى أودعك كما كان رسول الله صلى الله عليه وسلم يودعنا فيقول أستودع الله دينك وأمانتك وخواتيم عملك. നമ്മൾ ഇന്ന് പഠിക്കുന്ന ഹദീസ് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന യാത്രയുമായി ബന്ധപ്പെട്ട നമുക്കെയും പഠിച്ചിരിക്കേണ്ടുന്ന ഒരു ദുആ ഉൾപ്പെടുന്ന ഹദീസാണ്. സാലിം ഇബ്നു അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയുകയാ, എന്റെ പിതാവ് അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ ഇദാ അത്തർ റജുല വഹുവ യുരീദു സഫറ, ആരെങ്കിലും യാത്ര പോകാൻ ഉദ്ദേശിച്ചാൽ അദ്ദേഹത്തിന്റെ അരികിൽ വരും. അരികിൽ വന്നതിന് ശേഷം യാത്ര പോകാൻ ഉദ്ദേശിക്കുന്ന ആളോട് പറയും, ഉദ്നു, അടുത്ത് നിൽക്ക്, ഹത്താ ഉവദ്ദിഅക, ഞാൻ നിന്നെ യാത്ര അയക്കട്ടെ, കമാ കാന യുവദ്ദിഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ യാത്ര അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും യാത്ര അയക്കട്ടെ എന്ന് അദ്ദേഹം പറയും. എന്നിട്ടൊരു ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഈ ദുആ പൂർണ്ണമായി കാണാതെ പഠിച്ചിരിക്കേണ്ടതാണ്. ഔസ്തൗദിഉല്ലാഹു ദീനക വ അമാനതക വ ഖവാതീമ അമലിക്. നമ്മുടെ വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ആരെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ അവരുടെ അടുക്കൽ ഇപ്രകാരം പറയണം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അസ്തൗദിഉല്ലാഹ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക്. വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണിത്. ഒരാൾ യാത്ര പോകുമ്പോൾ നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നു, അതല്ലെങ്കിൽ മക്കൾ പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്നു, മറ്റ് യാത്രകൾക്ക് വേണ്ടി പോകുമ്പോൾ ഈ ദുആ പറഞ്ഞു വിടണം. അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക്. വളരെ പ്രധാനപ്പെട്ട സുന്നത്തായിട്ടുള്ള ദുആയ. ഇതിന്റെ അർത്ഥം, അല്ലാഹുവിനോട് ഞാൻ ഭരമേൽപ്പിക്കുന്നു, ദീനക, നിന്റെ ദീനിനെ, വ അമാനതക, നിന്റെ വിശ്വസ്തതയെ, വ ഖവാതീമ അമലിക, ഏത് കാര്യത്തിനാണോ നീ പോകുന്നത് അതിന്റെ പര്യവസാനത്തെ, അതിന്റെ തുടക്കം നന്നായതുപോലെ അവസാനവും നന്നായി തീരണം. വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു ദുആ. ഇതിന്റെ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ഉള്ളടക്കം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹാബാക്കളെല്ലാം ഈ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുകരിച്ച് പിൻപറ്റി യാത്ര പോകുന്ന ആളുകളുടെ അരികിൽ വന്ന് ചെയ്യുമായിരുന്നു. അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക്. നമുക്കറിയാം, യാത്ര മനുഷ്യനെന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. അവന്റെ കച്ചവട ആവശ്യത്തിനു വേണ്ടി, മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ ചികിത്സാർത്ഥം വിവിധ രാജ്യങ്ങളിലേക്ക്, പ്രദേശങ്ങളിലേക്ക്, സംസ്ഥാനങ്ങളിലേക്ക്, അടുത്ത നാടുകളിലേക്കൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്. യാത്ര അനിവാര്യമാണ് മനുഷ്യന്. നമുക്കറിയാം, യാത്ര അനിയന്ത്രിതമായ വേഗതയും അതുപോലെ അപകടങ്ങൾ പെരുകുകയാണ്.
എത്രയോ മരണങ്ങൾ സംഭവിക്കുന്നു. അല്ലാഹു ആക്സിഡന്റിനെ തൊട്ട് നമ്മളെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപകട മരണങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും എല്ലാം അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ യാത്രയിൽ രണ്ട് രീതിയിലുള്ള നിബന്ധനകൾ നമ്മൾ പാലിക്കണം. ഒന്ന്, ഭൗതികമായിട്ടുള്ള എല്ലാ നിയമങ്ങളും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. വാഹനവുമായി ബന്ധപ്പെട്ട്, അതുപോലെ റോഡിന്റെ ഗതാഗതവുമായി ബന്ധപ്പെട്ട് എല്ലാ നിയമങ്ങളും നമ്മൾ പാലിക്കുന്നതിനോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ പഠിപ്പിക്കുന്ന 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഈ ദുആയുടെ അർത്ഥം. അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക്. ആദ്യത്തെ കാര്യം ദീനാണ്. ദീനിനെ പൂർണ്ണമായി മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരിക്കണം നാം ചെയ്യേണ്ടത്. ചെറുതാകട്ടെ വലുതാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്രകളെ സംബന്ധിച്ച് ഹദീസുകളിൽ കാണാം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്തിരുന്നത് അധികവും വ്യാഴാഴ്ച ദിവസമായിരുന്നു. കാന യുഹിബ്ബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യഖ്റുജ യൗമൽ ഖമീസ്. വ്യാഴാഴ്ച ദിവസം യാത്ര ചെയ്യുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധികമായി ഇഷ്ടപ്പെട്ടിരുന്നു എന്ന ഹദീസിൽ കാണാം. വഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഖമീസ് ഫി ഗസ്വത്തി തബൂക്ക്. തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പുറപ്പെട്ടത് വ്യാഴാഴ്ച ദിവസമായിരുന്നു. നമ്മുടെ സൗകര്യാർത്ഥം ഏത് ദിവസം വേണമെങ്കിലും യാത്ര ചെയ്യാം, പ്രത്യേകിച്ച് ഇന്ന ദിവസം എന്നില്ല. എങ്കിലും ഒരാൾ സുന്നത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രതിഫലം കിട്ടണമെന്നുള്ള നിയ്യത്തിൽ വ്യാഴാഴ്ച ദിവസം യാത്ര ചെയ്താൽ ആ സുന്നത്തിന്റെ പ്രതിഫലം അവന് കിട്ടുമെന്നാണ് ഈ ഹദീസിന്റെ താല്പര്യം. അല്ലാഹു അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റു ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നു. ഒരാൾ മാത്രമായിട്ട് യാത്ര ചെയ്യാൻ പാടില്ല. വളരെ വ്യക്തമായി ഹദീസിൽ പഠിപ്പിക്കുന്നു. അർ-റാകിബു ശൈത്താനുൻ. നബി തങ്ങൾ പറയുക, ഒരാൾ മാത്രമായിട്ട് യാത്ര ചെയ്യുന്നത് ഒരു ശൈത്താനാണ്. റാക്കിബാനി ശൈത്താനാനി, 2 പേരായിട്ട് യാത്ര ചെയ്യുന്നത് 2 ശൈത്താന്മാരാണ്. സലാസത്തു റക്ബുൻ, ഒരു സംഘമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കണം. ഒരു സംഘം എന്ന് പറഞ്ഞാൽ 3 പേരടങ്ങുന്നതാണ് ഒരു സംഘം. 2 പേരൊരു സംഘമല്ല. സലാസത്തു റക്ബുൻ, 3 പേരായിട്ട് യാത്ര ചെയ്യുന്നതാണ് ഒരു സംഘം. അങ്ങനെ നിങ്ങൾ യാത്ര ചെയ്ത് ശീലിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയുടെ മര്യാദകളിൽ പെട്ടതാ. കാരണം ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യന്റെ അവസ്ഥ, എന്തെങ്കിലും പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്തു പോകാൻ കൂട്ടത്തിൽ സഹായകരമായിട്ടുള്ള സുഹൃത്തുക്കൾക്കും മറ്റുമൊക്കെ പറ്റും. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു കാര്യം പഠിപ്പിക്കുന്നത്, ഇതൊക്കെ യാത്രയുമായി ബന്ധപ്പെട്ട ആത്മീയ നിയമവശങ്ങളാണ്. ഭൗതികമായിട്ടുള്ള നിയമവശങ്ങൾ നിർബന്ധമായി നമ്മൾ പാലിക്കണം. വാഹനത്തിന്റെ പേപ്പർ, അതുപോലെ തന്നെ ലൈസൻസ്, അതുപോലെ RC ബുക്ക്, മറ്റ് എല്ലാ കാര്യങ്ങളും പാലിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടി പാലിക്കുമ്പോഴാണ് നമുക്ക് അല്ലാഹുവിന്റെ സഹായം കിട്ടുന്നത്. അല്ലെ, എത്രയോ അപകടങ്ങൾ ഭയങ്കരമായ, കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു അപകടം സംഭവിച്ചു. സ്കൂട്ടർ, ബൈക്ക് തരിപ്പണമായി പോയി, പൊടിഞ്ഞു. പക്ഷെ അൽഹംദുലില്ലാഹ് ആൾക്കൊന്നും സംഭവിച്ചില്ല. ആ സ്കൂട്ടറിന് ഒന്നിനും പറ്റൂല. ആ ബൈക്ക് പൂർണ്ണമായി നശിച്ചു പോയി, പക്ഷെ ആളുകൾക്കൊന്നും പറ്റും. ഇതുപോലെ എത്രയോ നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ട്. അല്ലെ, കാറുകൾ പല കാരണം മറിഞ്ഞിട്ടും അതിലൂടെ ജീവനോടുകൂടി ആളുകൾ സുഗമമായിട്ട് ഇറങ്ങി വരുന്ന കാഴ്ച. അപ്പൊ എന്ത് സംഭവിക്കണം, എന്ത് സംഭവിക്കണ്ട എന്നുള്ളത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. വലിയ കഠിനമായ അപകടത്തെ തൊട്ടുപോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂ പോലെ രക്ഷിച്ചുകൊണ്ട് വരുന്ന ചില ചിത്രങ്ങൾ നമുക്ക് സംഭവങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ പൂർണ്ണമായി ദുആഇന്റെയും ദിക്റിന്റെയും ദുആയുടെയും നിയന്ത്രണത്തോടു കൂടി യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കളായിരുന്നാൽ പോലും, നമ്മുടെ ബന്ധുമിത്രാദികളായിരുന്നാൽ, ആരായിരുന്നാലും. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല. ലൗ യഅലമുന്നാസു മാ ഫിൽ വഹദതി മാ അഅലമു. രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിന്റെ ഭവിഷ്യത്ത് എനിക്കറിയാവുന്നത് പോലെ നിങ്ങൾക്കും അറിയാമായിരുന്നുവെങ്കിൽ മാസാറ റാക്കിബുൻ ബിലൈലിൻ വഹദ, നിങ്ങൾ ആരും രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമായിരുന്നില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാരണവശാലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ. പല സാഹബ് കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിൽ ഒരിക്കലും നമ്മൾ പരിപൂർണമായി സൂക്ഷ്മത കൈവരിച്ചുകൊണ്ട് വേണം യാത്ര ചെയ്യാനായിട്ട്. അതുപോലെ മറ്റൊരു കാര്യം പഠിപ്പിക്കുന്നു, 3 പേരായിട്ട് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ഫൽയുഅമ്മിറു അഹദഹും, അതിലൊരു അമീറിനെ നിശ്ചയിക്കണം. അമീറിനെ നിശ്ചയിച്ചുകൊണ്ട് ആ അമീറിന്റെ നിയന്ത്രണത്തിലായിരിക്കണം യാത്ര ചെയ്യേണ്ടത്.
ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് പോകാൻ 2 വഴിയുണ്ടെന്ന് സങ്കല്പിക്കുക. 2 or 3 വഴികളുണ്ട്. ഏത് വഴിയിലേക്ക് പോകണമെന്ന് പരസ്പരം അഭിപ്രായ ഭിന്നതയിലായി. ഈ സമയത്ത് അമീർ എന്ത് തീരുമാനമെടുക്കുന്നോ ആ തീരുമാനത്തിനനുസരിച്ച് പോകാൻ സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു യാത്രയിലെ അമീർ. അതുപോലെ പല സഹാബാക്കളെയും യാത്രയിലെ അമീറായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയമിച്ചിരുന്നു. അതുപോലെ ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ യാത്ര ചെയ്തപ്പോൾ അതിലെ അമീർ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു. 3 പേരായിട്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അതിലെ അമീറിനെ നിശ്ചയിക്കണം. ആ അമീറിന്റെ നിയന്ത്രണത്തിൽ ആ യാത്ര മുന്നോട്ട് പോകണം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ മറ്റൊരു കാര്യം എന്താ ശ്രദ്ധിച്ചേ, ലാ തസ്ഹബുൽ മലായികത്തു റുഫ്ഖത്തുൻ ഫീഹി കൽബുൻ വലാ ജറസുൻ. യാത്രയിൽ പല ആളുകളും വീടുകളിൽ വളർത്തുന്ന മൃഗങ്ങളെ കൂടെ കൊണ്ടുപോകാറുണ്ട്. ഒരു കാരണവശാലും കൊണ്ടുപോകാൻ പാടില്ല. പ്രത്യേകിച്ച് നായ പോലെയുള്ള മൃഗങ്ങളെ, നായയെ വീട്ടിൽ വളർത്താനേ പാടില്ല. അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ രൂപങ്ങൾ തീർത്തും വീടുകളിൽ നമ്മൾ മാറ്റണം. മലക്കുകൾ അടുക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കും. നമ്മുടെ കുട്ടികളുടെ കളിപ്പാട്ടമാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഷോക്കേസിലും മറ്റുമൊക്കെ സാധനം വെക്കാനായിട്ട് പേപ്പറുകൾ വിരിച്ചിടും. ആ പേപ്പറിന്റെ മുകളിൽ മനുഷ്യ രൂപങ്ങളുണ്ട്. പരമാവധി വീടുകളിൽ നിന്ന് രൂപങ്ങളെ മാറ്റുക മലക്കുകൾ അടുക്കുന്നതിന് കാരണമാണ്. പ്ലെയിൻ ആയിട്ടുള്ള പേപ്പറുകൾ വിരിച്ചിട്ട് അതിന്റെ മുകളിൽ പാത്രങ്ങൾ വെക്കുക. ഷോക്കേസ് ആണെങ്കിലും അങ്ങനെ തന്നെ വൃത്തിയാക്കുക. രൂപങ്ങൾ പരമാവധി വീടുകളിൽ നിന്ന് ഒഴിവാക്കുക. രൂപങ്ങൾ, അതുപോലെ മണികൾ, ഇതൊന്നും പല മുസ്ലിമീങ്ങളുടെ വീടുകളിലും അത് മണി കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. ജറസുൻ, അത് മലക്കുകൾ അടുക്കാതിരിക്കുന്നതിന് കാരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്രയിലും ഇത്തരത്തിലുള്ള സംഗതികളെ കൂടെ കൂട്ടാൻ പാടില്ല. അതുപോലെ സ്ത്രീകളുടെ യാത്രയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല, മഹ്റമില്ലാതെ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറി നിന്ന് ഖുത്ബ നടത്തുകയാണ്. ഖുത്ബ നടത്തിയപ്പോ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു സ്ത്രീയും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല മഹ്റം കൂട്ടത്തിലില്ലാതെ. മഹ്റം എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം ഹറാമായിട്ടുള്ള ഭർത്താവിനെ പോലെയുള്ള, മക്കളെ പോലെയുള്ള, സഹോദരങ്ങളെ പോലെയുള്ള ആളുകൾ കൂട്ടത്തിലില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. ഈ സമയത്ത് സദസ്സിൽ നിന്നൊരു വ്യക്തി എഴുന്നേറ്റു. ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഭാര്യ ഹജ്ജിന് പോവുകയാ, ഞാൻ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാ, എന്ത് ചെയ്യണം? എന്റെ ഭാര്യ ഹജ്ജിന് പോവുകയാണ്, ഞാൻ തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും റെഡിയാക്കിയതാ, പുറപ്പെടാൻ വേണ്ടി പോവുകയാണ്, തങ്ങളോടൊപ്പവും സഹാബാക്കളോടൊപ്പവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ തബൂക്ക് യുദ്ധത്തിന് വരണ്ട, ഇൻതലിഖ് ഫഹുജ്ജ മഅംറഅതിക്, നിന്റെ ഭാര്യയുടെ കൂട്ടത്തിൽ നീ ഹജ്ജിന് പോകണം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വർത്തമാന കാലഘട്ടത്തിൽ ട്രാവൽസുകാരുടെയൊക്കെ കൂട്ടത്തിൽ ധാരാളം സ്ത്രീകൾ ഒരു കൂട്ടായ്മയായിട്ട് ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്നുണ്ട്. അതിന് പ്രത്യേകം ഫത്വ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്, ഒരു കൂട്ടം വിശ്വസ്തരായിട്ടുള്ള സ്ത്രീകളോടൊപ്പം ഹജ്ജ് ഉംറ പോലെയുള്ള നിർബന്ധ കർമ്മങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടു പോയി അമലുകൾ ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാൽ ഈ കാര്യങ്ങളൊക്കെ യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂക്ഷിക്കണം. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിറങ്ങണം. ഒരു സംശയമുള്ളത്, നബി തങ്ങൾ പഠിപ്പിച്ചത് വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാല് വെച്ച് കയറണം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടതുകാല് വെച്ച് ഇറങ്ങണം. സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഇടതുകാല് വെച്ച് ഇറങ്ങുന്നത് അത്ര നല്ലതല്ലല്ലോ എന്നൊരു ചിന്ത നമുക്കുണ്ടാകും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ ആശയത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുക, യാത്രയിൽ 2 റക്അത്ത് നമസ്കാരമുണ്ട്. യാത്രയ്ക്ക് 2 റക്അത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് മുസല്ലയിൽ നിന്ന് വലതുകാല് വെച്ച് ഇറങ്ങണം, വീട്ടിൽ നിന്ന് ഇടതുകാല് വെച്ച് ഇറങ്ങണം. ആ ഇടതുകാല് വെച്ച് ഇറങ്ങുന്നതിന്റെ ആ ഒരു പോരായ്മ അതിലൂടെ നികത്തപ്പെട്ടു. 2 റക്അത്ത് നമസ്കരിച്ചിട്ട് മുസല്ലയിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോൾ വലതുകാല് വെച്ച് വെക്കുക, വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകുമ്പോൾ ഇടതുകാല് വെച്ച് ഇറങ്ങുക. ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ദുആയാണ്, വിശുദ്ധ ഖുർആനിൽ നേരിട്ട് അല്ലാഹു പഠിപ്പിച്ച ദുആയ സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ. ഈ ദുആ നമ്മൾ നിർബന്ധമായി പഠിച്ചിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയ. അത് കഴിഞ്ഞ് വീണ്ടും നീണ്ട ഒരു ദുആയുണ്ട്, സാധിക്കുന്നവർ അതും പഠിക്കണം. അപകടങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കാൻ വേണ്ടി, അപകട മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കാൻ, സമ്പത്തിൽ നഷ്ടം, അതുപോലെ കച്ചവടത്തിൽ നഷ്ടം, ഇതുപോലെയുള്ള കാര്യങ്ങളെ തൊട്ടെല്ലാം പ്രത്യേകം ശരണം തേടുന്ന ഒരു പ്രാർത്ഥനയും യാത്രയുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പിന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടുന്നത്,
ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു മേഖല യാത്രയില. നിസാരമായിട്ട് യാത്രയിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അത് സ്വീകരിച്ചിരിക്കും. വളരെ നിസാരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ വലിയ ഗൗരവമൊന്നും കൊടുക്കൂല. പക്ഷെ യാത്രയിലെ ദുആ, കാരണം യാത്ര എന്ന് പറയുന്നത് നരകത്തിൽ ശിക്ഷയുടെ ഒരു പീസാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സഫറു ഖിത്അത്തുൻ മിനൽ അദാബ്. നിങ്ങളുടെ ഉറക്കവും ഭക്ഷണവും പാനീയവും ഒക്കെ തടഞ്ഞു നിർത്തുന്ന ഒരു ശിക്ഷയുടെ പീസാണ് യാത്ര. അതുകൊണ്ട് തന്നെ ആ പ്രതിസന്ധിയിൽ അകപ്പെട്ട് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന നടത്തിയാൽ അത് ഉറപ്പായും സ്വീകരിച്ചിരിക്കും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 പേരുടെ ദുആ മറയില്ലാതെ സ്വീകരിക്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, ഒരു പിതാവിന്റെ ദുആയാണ്, മക്കൾക്ക് വേണ്ടിയുള്ള പിതാവിന്റെ ദുആ. 2, യാത്രക്കാരന്റെ ദുആയാണ്. 3, ആക്രമിക്കപ്പെട്ടവന്റെ ദുആയ. നമ്മൾ ആരെയെങ്കിലും അധിക്ഷേപിച്ചു, ആക്രമിച്ചു, അവൻ മാറി നിന്ന് ഒന്ന് കരഞ്ഞ് അതല്ലെങ്കിൽ മനസ്സ് നൊന്ത് റബ്ബിനോട് എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചാൽ അത് മറയില്ലാതെ അല്ലാഹു സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇതൊക്കെ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഷാഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് യാത്രയിൽ കസർ ചെയ്യേണ്ടുന്ന ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് 84. ഹനഫി മദ്ഹബ് അനുസരിച്ച് 72. 84 കിലോമീറ്റർ ഉള്ള ആ യാത്രയിൽ 84 കിലോമീറ്റർ കഴിയണമെന്നില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊരു യാത്ര പോവുകയാണ്, ചാലയിൽ നിന്ന് എറണാകുളത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. 84 കിലോമീറ്ററാണ് യാത്രയുടെ വഴിദൂരം, അല്ലെങ്കിൽ അതിനപ്പുറം. ഈ സമയത്ത് നമ്മുടെ പരിസരം വിട്ട് കടന്നാൽ തന്നെ നമുക്ക് കസർ ചെയ്തു തുടങ്ങാം. 84 കിലോമീറ്റർ കഴിയണമെന്നില്ല. 84 കിലോമീറ്റർ കഴിയണമെന്നില്ല കസർ ചെയ്യാൻ. മറിച്ച് നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ മുനിസിപ്പാലിറ്റി, നമ്മുടെ കളിക്കുന്ന സ്ഥലം, പ്ലേ ഗ്രൗണ്ടുകൾ, അതുപോലെ ഈ നാടുമായി ബന്ധപ്പെട്ട പൊതു സ്ഥലങ്ങൾ വിട്ട് കടന്നാൽ തന്നെ നമുക്ക് യാത്ര ചെയ്യാം. കഴക്കൂട്ടം എത്തിയാൽ തന്നെ നമുക്ക് കസർ ചെയ്യാം. ജമ്മും ചെയ്യാം, കസറും ചെയ്യാം. ദുഹറും അസറും കൂടി ദുഹറിന്റെ സമയത്ത് ജമഅ ചെയ്യാം, ദുഹറും അസറും കൂടി അസറിന്റെ സമയത്ത് നമുക്ക് ജമഅ ചെയ്യാം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് 84 കിലോമീറ്ററും ഹനഫി മദ്ഹബ് അനുസരിച്ച് 72 കിലോമീറ്ററുമാണ്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ സഹായിക്കാം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഒരു നല്ല കൂട്ടുകാരനെ തിരിച്ചറിയാനുള്ളൊരു സാഹചര്യം യാത്രയിലാണ്. അവന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം യാത്രയാണ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകളെ പാപങ്ങളിൽ നിന്ന് പരമാവധി സൂക്ഷിച്ചിരിക്കണം. വിധങ്ങൾ പഠിപ്പിച്ച് നിന്റെ 2 കണ്ണുകൾ വ്യഭിചരിക്കും. അല്ല ഐനാൻ തസ്നിയാൻ, നിന്റെ 2 കണ്ണുകൾ വ്യഭിചരിക്കും. ജിനാഹുമൻ നളറു, അത് ദുഷിച്ച നോട്ടമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ മരുമകനായ അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പറഞ്ഞു, അലിയേ, നീ അറിയാതൊരു ഹറാമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇളവുണ്ട്. നീ അറിയാതെ നോക്കിയതാ, പക്ഷെ ഒന്നുകൂടെ ആ ഹറാമിലേക്ക് നീ നോക്കിയാൽ അത് പാപമാണ്. അറിയാതെ നടന്നു പോയപ്പോ ഒരു ഹറാമ് കണ്ടു, നിനക്കതിൽ പുറത്തു തരും. അതല്ലെങ്കിൽ അല്ലാഹു കണ്ണടയ്ക്കും, മാപ്പാക്കും, നിനക്ക് വിട്ടുവീഴ്ചയുണ്ട്. പക്ഷെ ഒന്നുകൂടെ ആ ഹറാമിലേക്ക് നോക്കിയാൽ അത് പാപമായിട്ട് എഴുതപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ദുആ നമ്മൾ കാണാതെ പഠിക്കണം. അസ്തൗദിഉല്ലാഹ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക്. ഈ യാത്രയിൽ നിന്റെ ദീനിനെയും നിന്റെ വിശ്വസ്തമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെയും നിന്റെ കർമ്മങ്ങളുടെ പര്യവസാനം എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യവും അതിന്റെ അന്ത്യം നോക്കിയിട്ടാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. ഒരാള് റമദാൻ 28, 29 ദിവസം ഭയങ്കര ഇബാദത്ത്, പെരുന്നാളിന്റെ തലേന്ന് പോയി എന്തെങ്കിലും തെറ്റ് ചെയ്തു, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകും. അല്ലാഹു ആ കാര്യത്തിന്റെ കർമ്മത്തിന്റെ പര്യവസാനം, അത്തഹിയാത്ത് വരെ നല്ല ശ്രദ്ധയായിരുന്നു, അത്തഹിയാത്ത് എത്തിയപ്പോ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ശ്രദ്ധയില്ലാതെയാണ് സലാം വീട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമസ്കാരം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ആ കർമ്മങ്ങളുടെ പര്യവസാനം നന്നായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഴുവൻ അപകടങ്ങളെ തൊട്ട് വിഷമസ്ഥിതികളെ തൊട്ടെല്ലാം അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ യാത്രകൾ, പദ്ധതികൾ, പ്രസ്ഥാനങ്ങൾ, പരിപാടികളെല്ലാം അല്ലാഹു വിജയത്തിലെത്തിക്കുമാറാകട്ടെ. രോഗികൾക്കെല്ലാം അല്ലാഹു പരിപൂർണ്ണ ശമനം നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലൈഹി നബിയിൽ കരീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി.